ഹായ്, നമസ്കാരം. നമുക്കിന്ന് സംസാരിക്കാൻ ഞാൻ തിരഞ്ഞെടുത്ത വിഷയം ക്രിയാറ്റിനെ കുറിച്ചിട്ടാണ്. ക്രിയാറ്റിനെ കുറിച്ചിട്ട് നമ്മുടെ ജിമ്മിലും പൊതുവായിട്ട് ഒരുപാട് സംശയങ്ങളും ചർച്ചകളൊക്കെ നടക്കുന്ന ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്. കിഡ്നി അടിച്ചു പോവോ? അല്ലെങ്കിൽ മുടി കൊഴിഞ്ഞു പോവോ? അങ്ങനെ കുറേ കാര്യങ്ങൾ അതിനെക്കുറിച്ചിട്ട് നമുക്ക് സംസാരിക്കാം. ആദ്യം ക്രിയാറ്റിൻ ആണ് എന്ന് വെച്ചാൽ അത് നമ്മുടെ ശരീരത്തിൽ തന്നെ സ്വാഭാവികമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അമിനോ ആസിഡാണ്. അത് നമുക്ക് എക്സ്റ്റേണൽ സോഴ്സ് എന്ന് പറയുമ്പോൾ ഫിഷ്, റെഡ് മീറ്റ് അങ്ങനെയുള്ള അങ്ങനെയുള്ള ഫുഡിൽ നിന്നാണ് നമുക്കത് ജനറലി കിട്ടുന്നത്. പക്ഷേ ഭക്ഷണത്തിൽ നിന്നും കിട്ടുന്നത് വളരെ കുറവായതുകൊണ്ട് അത് നമുക്ക് വേണ്ടത്ര ലഭിക്കാത്തത് കൊണ്ട് നമ്മൾ സപ്ലിമെൻറ്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. ക്രിയാറ്റിൻ്റെ മെയിനായിട്ടുള്ള ഉപയോഗം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ബെഞ്ച് പ്രസ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. നമുക്ക് യൂഷ്വലി ഒരു പേഴ്സണൽ റെക്കോർഡ് അല്ലെങ്കിൽ PR എടുത്തതിന് ശേഷം ഒരു 8 റെപ്പിറ്റേഷനേ കിട്ടുന്നുള്ളൂ എങ്കിൽ നമ്മൾ ക്രിയാറ്റിൻ എടുക്കുന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ അതൊരു 10-12 റെപ്പിറ്റേഷൻ കിട്ടാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ് കാരണം കാലക്രമേണ നമുക്ക് എന്ത് ചെയ്യും, നന്നായിട്ടുള്ളൊരു ഗ്രോത്ത് ഉണ്ടാവാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. മസിൽ ഗ്രോത്ത് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഒരു ചോദ്യം, ക്രിയാറ്റിൻ കഴിച്ചാൽ മസിൽ വേഗം വളരുമോ എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഭയങ്കര മാസ്. നമുക്കറിയാലോ വെൽക്കോർ ക്രിയാറ്റിനൊക്കെ കഴിച്ചിട്ട് നമുക്കിങ്ങനെ കുറേ സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. എനിവേ, ക്രിയാറ്റിൻ കഴിച്ചെന്ന് വിചാരിച്ചൊരു മാജിക്കൽ ഒരു സപ്ലിമെൻ്റ് ഒന്നല്ല അത്. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ചൊരു മാസീവ് ചേഞ്ച് ഒന്നും വരത്തില്ല. പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ്, നല്ല രീതിയിലുള്ള പ്രോട്ടീൻ ഇൻടേക്ക്, ഉറക്കം, റിക്കവറി ഇതെല്ലാം വരുമ്പോൾ മാത്രമാണ്, ഇതും കൂടെ അതിൻ്റെ കൂടെ വരുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള ഒരു ഗ്രോത്ത്, ഡെവലപ്മെൻറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ വെള്ളം ധാരാളമായിട്ട് കുടിക്കണോ, അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് സംശയങ്ങളൊക്കെ ചോദിക്കുന്നവർക്ക്, സാധാരണ നമ്മളിപ്പോൾ ഒരു 2 ലിറ്റർ വെള്ളം കുടിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു 1/2 ലിറ്ററും കൂടെ ആഡ് ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം ഈ മസിൽ വാട്ടർ റിട്ടൻഷൻ കൂടും നമ്മൾ ക്രിയാറ്റിൻ എടുത്ത് വർക്കൗട്ടൊക്കെ ചെയ്ത് തുടങ്ങുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് വെള്ളം ഒരു ലേശം ആഡ് ഓൺ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. പിന്നെ കോമൺ ആയിട്ടുള്ള ഒരു സംശയമാണ് കിഡ്നി ഡാമേജ് ആവുമോ എന്നുള്ളത്. ഒരു ആരോഗ്യമുള്ള ഒരാൾക്ക് നോർമൽ കിഡ്നി ഫങ്ഷൻസ് എല്ലാം ഓക്കെ ആണെങ്കിൽ അവർക്ക് വേറെ ഇഷ്യൂസൊന്നും വരത്തില്ല. നിങ്ങൾക്കൊരു സ്റ്റോൺ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും അതർ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ കണ്ട് സ്കാനിങ് എല്ലാം ചെയ്ത് ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തിയതിൻ്റെ ശേഷം ഉപയോഗിക്കുക. അല്ലാത്ത ആളുകൾക്ക് സാധാരണയായിട്ട് കൺസ്യൂം ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുള്ളതല്ല. പിന്നെ ആളുകളുടെ ഒരു സംശയമാണ് എത്ര അളവിൽ കഴിക്കണം എന്നുള്ളത്. അപ്പോൾ ഞാനൊരു 3 ഗ്രാം വെച്ചിട്ടൊക്കെയാണ് ഡെയിലി കൺസ്യൂം ചെയ്യുന്നത്. അപ്പം നമുക്ക് ഒരു 3 to 5 വരെയൊക്കെ ഉപയോഗിക്കാം. 5ൻ്റെ മുകളിൽ എക്സീഡ് ചെയ്യേണ്ടതിൻ്റെ യൂസ് ഇല്ല. പലരും ചോദിക്കുന്നത് ഒരുപാട് കഴിച്ചുകൊണ്ട് നമുക്ക് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ ഒരു കാര്യമില്ല. സോ ലിമിറ്റഡ് അളവിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് നല്ലൊരു മെത്തേഡ്. പിന്നെ ഉള്ള ഒരു ഡൗട്ട്, ഏത് സമയത്ത് കഴിക്കണം, ബിഫോർ വേണോ ആഫ്റ്റർ വർക്കൗട്ട് വേണോ എന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. അതിനൊരു സ്പെസിഫിക് ടൈം ചൂസ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ഏതാണോ സ്യൂട്ടബിളായിട്ട് തോന്നുന്നത് അത് ചെയ്യുക. പ്രീ വർക്കൗട്ടായിട്ട് ചെയ്താൽ നമുക്ക് കുറച്ചും കൂടെ ലിഫ്റ്റ് ചെയ്യാനുള്ള ഒരു സ്ട്രെങ്ത്ത് കിട്ടുന്നതായിട്ട് നമുക്ക് തോന്നാം. അതല്ല, പോസ്റ്റ് വർക്കൗട്ടായിട്ട് നമ്മളത് കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്കൊരു മസിൽ ഗ്രോത്തിന് പോസ്റ്റ് വർക്കൗട്ടായിട്ട് കഴിച്ചെന്നുള്ള ഒരു ഫീലിംഗ് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. സോ അത് നമുക്ക് ചൂസ് ചെയ്യാവുന്ന ഒരു ടൈമാണ്. പിന്നെ ആർക്കൊക്കെ ഇത് യൂസ് ചെയ്യാം, ആർക്കൊക്കെ റെക്കമെൻഡബിൾ എന്ന് വെച്ചാൽ, മെയിനായിട്ട് ജിമ്മിൽ പോകുന്നവർ, സ്പോർട്സ് അത്ലറ്റ്സ്, ഈ മേഖലയിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാവർക്കും അത് യൂസ് ചെയ്യാൻ പറ്റും. അവരുടെ ഓവറോൾ പെർഫോമൻസ് നല്ല രീതിക്ക് ഇമ്പ്രൂവ് ആവാൻ വേണ്ടിയിട്ട് സഹായിക്കും. പിന്നെ ഈ ക്രിയാറ്റിനായാലും എന്തായാലും നമുക്ക് പ്രോപ്പറായിട്ട് യൂസ്ഫുൾ ആവണമെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ്, അതുപോലെ റെസ്റ്റ് എല്ലാം
കൂടിയാവുമ്പോഴാണ് ക്രിയാറ്റിൻ്റെ ആ ഒരു ഉപയോഗം നമുക്ക് കിട്ടുക. സോ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുക, അറിയാവുന്ന കാര്യങ്ങൾ പറയുന്നതാണ്. താങ്ക് യു.